നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സ്വർണ്ണക്കടത്തുകാർ പ്രവാസികളെ ക്യാരിയർമാരാക്കി വിമാനത്താവളം വഴി തകൃതിയിൽ സ്വർണ്ണക്കടത്ത് നടത്തുന്നുണ്ട്. അതിവിദഗ്ധമായി സ്വർണം കടത്താറുണ്ടെങ്കിലും ഒട്ടുമിക്കതും വിമാനത്താവളങ്ങളിൽ വെച്ച് പിടികൂടാറുമുണ്ട്. വിദഗ്ധ പരിശോധനയിലൂടെയും രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലൂടെയും ഇത്തരത്തിൽ സ്വർണ്ണക്കടത്തുകാരെ പിടികൂടുന്നു. എന്നാൽ ഇപ്പോൾ ആഭ്യന്തര വിപണിയിൽ 1 കോടി രൂപ വില വരുന്ന സ്വർണവുമായി 19കാരിയാണ് പിടിയിലായത്. കാസർഗോഡ് സ്വദേശി ഷെഹലെ വിമാനത്താവളത്തിന് പുറത്തു വെച്ചാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ദുബായിൽ നിന്ന് എത്തിയതാണ് ഈ പെൺകുട്ടി. കരിപ്പൂർ വിമാനത്താവളം വഴി അതിവിദഗ്ധമായിട്ടാണ് ഈ പെൺകുട്ടി സ്വർണം കടത്താൻ ശ്രമിച്ചത്. അടിവസ്ത്രത്തിനുള്ളിൽ സ്വർണം ഒളിപ്പിച്ചു കടത്താനായിരുന്നു ഈ 19കാരിയുടെ പ്ലാൻ. അടിവസ്ത്രത്തിൽ തുന്നിച്ചേർത്താണ് 1 കോടിയോളം രൂപ വില വരുന്ന സ്വർണം ദുബായിൽ നിന്ന് ഈ പെൺകുട്ടി കൊണ്ടുവന്നത്. എന്നാൽ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വിമാനത്താവളത്തിന് പുറത്തു വെച്ച് ഈ പെൺകുട്ടിയെ പോലീസ് പിടികൂടുകയായിരുന്നു. 3 പാക്കറ്റുകളാക്കി 1.884 കിലോ സ്വർണ്ണ മിശ്രിതം അടിവസ്ത്രത്തിനുള്ളിൽ ഒളിപ്പിച്ച് കടത്താനായിരുന്നു ഈ പെൺകുട്ടി ശ്രമിച്ചത്. ആഭ്യന്തര വിപണിയിൽ 1 കോടി രൂപ വില വരും പിടിച്ചെടുത്ത സ്വർണത്തിന്. ഞായറാഴ്ച രാത്രി 10:00-ക്കാണ് ഷെഹല കരിപ്പൂരിൽ വിമാനമിറങ്ങിയത്. ദുബായിൽ നിന്നെത്തിയ എയർ ഇന്ത്യ എക്സ്പ്രസിലാണ് യുവതി എത്തിയത്. കസ്റ്റംസ് പരിശോധനയ്ക്ക് ശേഷം 11 മണിയോടെ വിമാനത്താവളത്തിന് പുറത്തെത്തിയ യുവതിയെ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. മണിക്കൂറുകളോളം ചോദ്യം ചെയ്തുവെങ്കിലും അതിനെയെല്ലാം പ്രതിരോധിക്കുന്ന മറുപടികളായിരുന്നു യുവതിയുടെ പക്കൽ നിന്ന് ലഭിച്ചത്. തുടർന്ന് ലഗേജ് വിശദമായി പരിശോധനയ്ക്ക് വിധേയമാക്കി. ഇതിലും പോലീസിന് ഒന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചില്ല. താൻ സ്വർണമൊന്നും കടത്തിയിട്ടില്ലെന്ന യുവതി പോലീസിനോട് തറപ്പിച്ചു പറയുകയും ചെയ്തു. തുടർന്നാണ് ദേഹപരിശോധന നടത്തുന്നത്. ഇതിൽ അടിവസ്ത്രത്തിനുള്ളിൽ 3 പാക്കറ്റുകളിലായി മിശ്രിത രൂപത്തിൽ ഒളിപ്പിച്ച നിലയിലാണ് സ്വർണം കണ്ടെത്തുന്നത്. സ്വർണ്ണക്കടത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണ്. പിടിച്ചെടുത്ത സ്വർണം കോടതിയിൽ സമർപ്പിക്കും. അതോടൊപ്പം തുടരന്വേഷണത്തിനായി വിശദമായ റിപ്പോർട്ട് കസ്റ്റംസിനും സമർപ്പിക്കും. കരിപ്പൂർ വിമാനത്താവളത്തിന് പുറത്തു വെച്ച് പോലീസ് പിടികൂടുന്ന 86ാമത്തെ സ്വർണ്ണക്കടത്ത് കേസാണിത്. കണ്ണൂർ കേന്ദ്രീകരിച്ചുള്ള കൊട്ടേഷൻ സംഘവുമായി യുവതിക്ക് ബന്ധമുണ്ടെന്ന തരത്തിലും സൂചനകളുണ്ട്. സ്വർണം ആരാണ് കൊടുത്തയച്ചത് എന്നും ആർക്ക് കൈമാറാനാണ് യുവതി ഇത് കൊണ്ടുവന്നത് എന്നും സംബന്ധിച്ച അന്വേഷണം തുടരുകയാണ്. അതേസമയം കഴിഞ്ഞ ദിവസമാണ് കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ദുബായിൽ നിന്നെത്തിയ യാത്രക്കാരനിൽ നിന്ന് 1068 ഗ്രാം സ്വർണം പിടികൂടിയത്. കോഴിക്കോട് ചെങ്കോട്ടുകാവ് സ്വദേശിയായ 45 വയസ്സുള്ള മേത്തര നിസാറാണ് പിടിയിലായത്. ഗുളിക രൂപത്തിലായിരുന്നു ഇയാൾ സ്വർണം കടത്താൻ ശ്രമിച്ചത്. 44.14 ലക്ഷം രൂപയുടെ സ്വർണമാണ് കസ്റ്റംസ് ഇയാളിൽ നിന്ന് പിടികൂടിയത്. ഏകദേശം 130 പവനിൽ അധികം തൂക്കം കണക്കാക്കുന്നുണ്ട് സ്വർണത്തിന്. ഇതുമായി ബന്ധപ്പെട്ട് സ്വർണ്ണ മിശ്രിതം വേർതിരിച്ചെടുത്ത ശേഷം കസ്റ്റംസ് സമഗ്ര അന്വേഷണം നടത്തും. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.